റെൻ്റബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 12 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ 220 വോൾട്ട് AC ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു 200 വാട്ട്സിൻ്റെ ഒരു കുഞ്ഞൊരു ഇൻവെർട്ടറാണ്. അപ്പോൾ സാധാരണക്കാർക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും, ചെറിയ കടകൾക്ക് ഉപയോഗിക്കാൻ പറ്റും, വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. 700 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. 200 വാട്ട്സാണ്. നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ വരുന്നത്. 12 വോൾട്ട് DC കൺവെർട്ടർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൽ 2 USB പോർട്ട് ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ 3 ഇൻഡിക്കേറ്റർ ഉണ്ട്. റിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വയർ റെഡും ബ്ലാക്ക് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ബാറ്ററി കൊടുക്കുമ്പോഴത്തേക്കും മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഓണാകും. പിന്നെ ഓണെന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ബാറ്ററിയിൽ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓണെന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ വർക്കാവും. പിന്നെ ഇത് നമുക്കിപ്പോൾ 200 വാട്ട്സാണ് ഉള്ളത്. അപ്പോൾ 200 വാട്ട്സൊന്നും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 100, 120, 125 വാട്ട്സൊക്കെ നമുക്ക് ഇത് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വരുമ്പോഴത്തേക്കും ഓവർലോഡായിട്ട് കാണിക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഓൺ ഓഫ് സ്വിച്ച് തന്നെയാണ്. അപ്പോൾ ബോഡി മെറ്റൽ ബോഡിയാണ്, കുഴപ്പമില്ല. ബാക്കിൽ AC ഔട്ട്പുട്ട് എടുക്കുന്നതിനായിട്ട് രണ്ട് സോക്കറ്റും കാണാം. ഇതുവഴിയാണ് നമുക്ക് 220 വോൾട്ട് ഔട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ 2 വയർ വരുന്നത് നമുക്ക് ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതിനായിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പം ഒരു ബാറ്ററിയിൽ കൊടുത്ത് ഇതിപ്പം വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. അപ്പോൾ ഞാനൊരു 35 ആംപിയറിൻ്റെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എക്സൈഡിൻ്റെ ഒരു ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോവാതെ നമ്മൾ കൊടുത്താൽ മതി. ഈ ബാറ്ററിയിൽ തന്നെ കാണാം നെഗറ്റീവും പോസിറ്റീവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നെഗറ്റീവ് വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ പോസിറ്റീവ് വയർ കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സ്പാർക്ക് കാണും. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണിത്. അപ്പോൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ലോഡ് കൊടുത്ത് കാണിക്കാം. അപ്പോൾ 35 വാട്ട്സിൻ്റെ ഒരു LED ബൾബാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. AC ബൾബാണ്. അപ്പോൾ ഇതുപോലെ കൊടുത്താൽ മതി. ആർക്ക് വേണമെങ്കിലും നമുക്കിത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ 35 വാട്ട്സിൻ്റെ ഈ ഒരു ബൾബ് വർക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സോൾഡറിങ് ആണ് കൊടുത്ത് നോക്കാം. അപ്പോൾ സോൾഡറിങ് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൾബ് സോൾഡറിങ് ആണ് നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അയണ് ചൂടാവുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അയണ് ചൂടാവുന്നുണ്ട്. അപ്പോൾ അയണ് നല്ല രീതിയിൽ തെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ടിൽ കൊടുത്തൊക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് നല്ല ലെഡ് നല്ല രീതിയിൽ ഉരുകി വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലൊക്കെ നമുക്കിതുപോലത്തെ ഒരു ഇൻവെർട്ടർ വാങ്ങിച്ച് ഒരു സോളാർ പാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പകലുള്ള വർക്കൊക്കെ നമുക്ക് കറണ്ടിൽ കൊടുക്കാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കറണ്ട് ചാർജൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൽ സോളാർ പാനൽ കൊടുത്തൊന്ന് കാണിക്കാം. സോളാർ പാനൽ കൊടുക്കാൻ വേണ്ടി ഒരു ചാർജ് കൺട്രോളറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചാർജ് കൺട്രോളർ നമ്മൾ ഇതാണ് എടുക്കുന്നത്. PWM സോളാർ ചാർജ് കൺട്രോളറിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ കവർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ കേസ് ഞാൻ ഇത് പൊട്ടിയത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ അഴിച്ചെടുത്തതാണ്. PWM സോളാർ ചാർജ് കൺട്രോളർ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കവറെല്ലാം കിട്ടും. അപ്പോൾ അതിൽ തന്നെ അതിൽ എല്ലാം കാണിക്കും. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കാണിക്കും. സോളാർ പാനലിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കാണിക്കും. 12 വോൾട്ട് ഔട്ട് എടുക്കുന്നതിനുള്ള നെഗറ്റീവും പോസിറ്റീവും കാണിക്കും. സോളാർ ചാർജ് കൺട്രോളർ നമ്മൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ വയർ നമ്മൾ അഴിച്ചെടുക്കണം. ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ചാർജ് കൺട്രോളറിൻ്റെ ബാറ്ററിയിൽ കൊടുക്കുന്ന ഈ ഒരു ഭാഗമുണ്ട് നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കണം.
അപ്പോൾ പുതിയതായി ചാർജ് കൺട്രോളർ വാങ്ങിക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗങ്ങളും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സോളാർ ചാർജ് കൺട്രോളർ പി ഡബ്ല്യുവും സോളാർ ചാർജ് കൺട്രോളറിന് ഇപ്പം പ്രൈസൊക്കെ വളരെ കുറവാണ്. 350 രൂപയ്ക്കൊക്കെ 20 ആംപിയറിൻ്റെയൊക്കെ ചാർജ് കൺട്രോളർ കിട്ടും. ഫ്ലിപ്കാർട്ടിലുണ്ട്, അപ്പോൾ ആമസോണിലും ഉണ്ട്. ഇപ്പം നല്ല വില കുറവുണ്ട് ഇപ്പം. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ചാർജ് കൺട്രോളർ ഓണായിട്ടുണ്ട്. ഇത് 12.4 വോൾട്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ലെഡ് ആസിഡ് നമ്മളിപ്പം B1 B2 എന്ന് പറയുന്നത് ലിഥിയം ബാറ്ററിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിക്ക് നമുക്ക് B1 ആണ് വേണ്ടത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ B1 ആണ് ലെഡ് ആസിഡ് ബാറ്ററിക്ക് വേണ്ടത്. അപ്പോൾ B1 സെറ്റ് ചെയ്തിട്ടുണ്ട്. 12.4 വോൾട്ട് നമുക്കിവിടെ കാണാം. ഇപ്പം ലോഡ് കൊടുക്കുന്നതിൻ്റെ ഔട്ട് ഓണും ഓഫും ചെയ്യുന്നതിന് ഇതാണ് 12 വോൾട്ടാണ് നമുക്ക് ലോഡ് കൊടുക്കുന്ന ഭാഗത്ത് വരുന്നത്. ഈ ലോഡ് കൊടുക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ വയർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു കണക്ടറിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കണക്ടറിൻ്റെ വയർ നമ്മൾ കണക്ടർ കട്ട് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എടുത്ത് നമ്മൾ നെഗറ്റീവ് വയർ കണക്ട് ചെയ്യണം. സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കൺവെർട്ടർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കൊടുക്കാവൂ. ബാറ്ററിയിൽ നേരിട്ട് കൊടുക്കരുത്. അപ്പം ബാറ്ററി ഒരുപാട് ഡിസ്ചാർജിങ് ആവും. അതുകൊണ്ട് ബാറ്ററിയിൽ നേരിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇൻവെർട്ടർ കൊടുക്കുന്ന രീതി ഇതാണ്. അപ്പോൾ ഇതിനി നമുക്കിവിടെ ഈ ഒരു ബട്ടണിൽ ഓണായി കഴിഞ്ഞാൽ ഇൻവെർട്ടറിലേക്ക് ഇത് കറണ്ട് പോയിട്ടുണ്ട്. 12 വോൾട്ട് DC വന്നിട്ടുണ്ട്. ഇതാ കാണാം, കണ്ടോ? അപ്പോൾ ഇൻവെർട്ടർ വർക്കാവുകയാണ്. നമ്മൾ സോൾഡറിങ് ചെയ്യണ എല്ലാം വർക്കാവുകയാണ്. സോളാർ പാനലും കൂടെ കൊടുക്കാം. ഇതുപോലൊരു സോളാർ പാനലാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. 35 ആംപിയർ ബാറ്ററിയിൽ മിനിമം ഒരു 50 വാട്ട്സിൻ്റെ സോളാർ പാനലെങ്കിലും കൊടുക്കണം. 100 വാട്ട്സിൻ്റെ സോളാർ പാനൽ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുക. -21 വോൾട്ട് നമുക്ക് സോളാർ പാനലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൊടുക്കാം. ഇടത് സൈഡിൽ പോസിറ്റീവാണ്. ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് പോസിറ്റീവ് വരുന്നത്. ഇവിടെ നമുക്ക് നെഗറ്റീവും വരും. പാനൽ കൊടുത്തപ്പോൾ ചാർജിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സോളാർ പാനലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 12 വോൾട്ട് ബാറ്ററി വോൾട്ട് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. സോളാർ പാനലിൽ നിന്ന് ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു സോളാർ പാനൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബോർഡ് കാണിക്കുന്നത് നമ്മൾ PW സോളാർ ചാർജ് കൺട്രോളറിൻ്റെ ബോർഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കേസ് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈറ്റിൻ്റെ വയറൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു ബാറ്ററി ഇതും കൂടെ എല്ലാം കൂടി നമുക്ക് കുറച്ചൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്കൊരു സോളാർ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാം. അപ്പോൾ ലൈറ്റെങ്കിലും നമുക്ക് ഉപയോഗിച്ച് കറണ്ട് ബില്ലിന് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊരു 9 വാട്ട്സിൻ്റെ ഒക്കെ ബൾബൊക്കെ ആണെങ്കിൽ ഒരു 10-15 ബൾബൊക്കെ നമുക്ക് ഇതിൽ സുഖമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വീട്ടിലുള്ള എല്ലാ ബൾബും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെറിയ വീട്ടിലൊക്കെ ഉള്ള എല്ലാ ബൾബും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇൻവെർട്ടർ വയ്ക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.